അതിമനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. इस मनोहर पल के लिए मैं परमेश्वर का धन्यवाद करता हूँ. ആദരണീയരായ ദൈവദാസന്മാർ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വരുന്ന പ്രാർത്ഥന യോദ്ധാക്കൾ, മനോഹരമായ പാട്ടുകൾ പാടിയ പ്രിയ ദൈവവൃത്യൻ, നമ്മെ ഒരുമിച്ച് ആരാധിക്കുവാൻ വേണ്ടി നമ്മെ പ്രാപ്തരാക്കിയ ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നത് നമ്മളെ സഹായിക്കട്ടെ. इस प्रार्थना सभा में संगति में जुड़े हुए सारे प्रभु के दासों का, अभिषिक्तों का, प्रार्थना योद्धाओं का, हमारे आत्मिक पिताओं का, आराधना में हमारी मदद किए हुए मनोहर गीतों के साथ किए हुए भाई का मैं परमेश्वर के नाम से धन्यवाद करता हूँ. बाकी सबको इस प्रार्थना सभा में मैं स्वागत करता हूँ. എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. നമ്മൾ സമാധാനത്തോടെ അവർ ഉണർന്നുവല്ലോ. നമ്മൾ രാത്രി ഉറങ്ങി. ദൈവം നല്ലൊരു പ്രഭാതം ദാനമായി നൽകിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. सबका मैं वंदन करता हूँ कि हमको एक परमेश्वर ने नया दिन दिखाया, नया सुबह हमको दिखाया, उसके लिए हम परमेश्वर का धन्यवाद करते हैं. വളരെ ഉത്സാഹമുള്ള ബഹുമാന്യ ദൈവദാസന്മാർ എല്ലാവരും മുഖം കാണുമ്പോൾ അതിയായ സന്തോഷം. बहुत ही उत्साह के साथ हमारे आत्मिक पिताओं का चेहरा देखने में अंदर से बहुत ही अच्छा लग रहा है. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം മുമ്പാകെ വീണ്ടുമായിരിക്കാം. प्रार्थना के साथ हम लोग परमेश्वर के आगे बैठेंगे. ബഹുമാന്യരായ ദൈവദാസന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. मैं अपने आदरणीय दासों का धन्यवाद करता हूँ. ആമേൻ. പ്രിയ ജോയ് പാസ്റ്റർ, അതുപോലെ ജോൺസൺ പാസ്റ്റർ, ജോർജ് പാസ്റ്റർ, എല്ലാവർക്കും വന്ദനം. അതുപോലെ നമ്മുടെ പ്രിയ പിതാക്കന്മാരായ ദൈവദാസന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും പ്രഭാത വന്ദനം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. हमारे आत्मिक पिताओं का, प्रभु के दासों का मैं धन्यवाद करता हूँ. जितने पासवान इस सभा में जुड़े हैं सारी बहनों का मैं धन्यवाद करता हूँ. നമ്മൾ എത്ര വിശേഷതയുള്ളവരാണ്. हम कितने बहुमूल्य लोग हैं. ആമേൻ. ഒരു കാലത്ത് നമ്മൾ ലോകക്കാരായിരുന്നു. एक समय ऐसा था हम संसार के थे. എന്നാൽ ആമേൻ, കർത്താവ് നമ്മളെ വിളിച്ചുവല്ലോ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി. लेकिन परमेश्वर ने हमें बुलाया है अपनी सेवकाई के लिए. ആമേൻ. നമ്മെ നോക്കി ലോകർ ആശ്ചര്യപ്പെടുകയാണ്. हमें देख करके संसार वाले आश्चर्यचकित होंगे. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന വിഷയം ഇതാണ്. അതെ, നമ്മളെ നോക്കി ആളുകൾ ആശ്ചര്യപ്പെടുന്നു. നമ്മൾ ഇത്ര വ്യത്യസ്തരായത് എങ്ങനെ? हमें देख करके संसार वाले सोचने चाहिए कि ये लोग आश्चर्य करना चाहिए कि ये लोग कितने बहुमूल्य हैं. ശരിയല്ലേ? അതെ, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ പ്രാർത്ഥന ശൈലികൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധനകൾ, നമ്മുടെ വചന പ്രഘോഷണങ്ങൾ, നമ്മുടെ ജീവിത ജീവിത വിശുദ്ധി, ഇവയെല്ലാം കണ്ട് ലോകത്തിലെ ആളുകൾ ആശ്ചര്യപ്പെടുകയാണ്. हमें देख करके, हमारे जीवन के चाल चलन को देख करके, हमारे चरित्र को देख करके, हमारे बातचीत के बोल ढंग को देख करके संसार वाले आश्चर्य करने. ഇതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾക്ക് വലിയ മാറ്റം എങ്ങനെ വന്നു? നിങ്ങളെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് അവർ നോക്കി ആശ്ചര്യപ്പെടുകയാണ്. നമ്മളെ നോക്കി इतना बड़ा बदलाव कैसे आया तुम्हारे अंदर, इतना बड़ा परिवर्तन कैसे आया, ये सब चीजें देख करके संसार वाले आश्चर्य होते हैं. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ദൈവമക്കളെ എത്ര വലിയ ഭാഗ്യമാണ് നമ്മൾ അസാധാരണക്കാരായ ആളുകൾ. हमें अंदर से एक ऐसा अंदर एक इच्छा होना चाहिए कि हम कितने बहुमूल्य हैं. हमें आश्चर्य होना चाहिए. നമ്മൾ ഈ വിഷയത്തെ ദൈവം നന്ദി പറയാമോ? ഇന്ന് കർത്താവേ, നീ എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. आज के दिन परमेश्वर का धन्यवाद करें कि प्रभु तेरा धन्यवाद हो कि आपने हमें संसार वालों से दूसरे से अलग किया है. ഞങ്ങളായിരിക്കുന്ന റായ്ബറേലിയിൽ ഞങ്ങളൊരു കോളനിയിലാണ് താമസിക്കുന്നത്. സിറ്റിയോട് ചേർന്ന് തന്നെ അയൽവക്കങ്ങളിൽ ഒരു കുഞ്ഞ്, ഏതെങ്കിലും കുഞ്ഞ് പെട്ടെന്ന് രോഗമുണ്ടായാൽ പെട്ടെന്ന് ഓടി വരും. പാസ്റ്ററെ, വിശ്വാസിയൊന്നുമല്ല, അവർ ഓടി വരും, പരിസര പ്രാർത്ഥന കരേ ബച്ചാ ബിമാർ ഹെ. हम एक रायबरेली में ऐसी जगह रहते हैं जहाँ पे हम गांव के इलाके से नहीं बल्कि हम एक सिटी के, एक टाउन के बगल में ही रहते हैं, कॉलोनी में रहते हैं, जहाँ पे कोई भी बच्चा बीमार होता है तो समय वक्त आते ही सब हमारे पास आते हैं. पासवान जी, पास्टर जी, इस बच्चे के लिए प्रार्थना करिए. ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ ആശ്ചര്യം തോന്നാ, നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നു, ആളുകൾ നിങ്ങളെ നോക്കി ഇങ്ങോട്ട് വരുന്നു, എന്താണ് ഇതിന്റെ രഹസ്യം? ആളുകൾ ആശ്ചര്യത്തോടെ നമ്മളെ കാണുന്നത്. लोग हमें आश्चर्य की नजरों से देखते हैं कि आप इतने दूर से यहाँ केरल से यहाँ तक आए हैं और अपने दिनचर्या को यहाँ बिता रहे हैं. लोग आश्चर्य करते हैं. ശ്രദ്ധിക്കണമേ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ എത്ര വ്യത്യസ്തരാണല്ലേ? അതെ, നമ്മെ നോക്കി ആളുകൾ ആശ്ചര്യപ്പെടുകയാണ്.
हमें देख करके लोग आश्चर्य कर रहे हैं, हम इतने अलग हैं उन लोग से, कितने असाधारण हैं। നമുക്കറിയാം നമ്മുടെ ഗുണമല്ല പിന്നെ നമ്മളെ ഇങ്ങനെ ആക്കിയ കർത്താവിന്റെ വലിയ കാര്യമാണ് പുറകിലുള്ളത്. लेकिन हम जानते हैं ये हमारी खूबी नहीं बल्कि उस परमेश्वर की बहुत बड़ी दया है। ദൈവത്തിന്റെ വലിയ കൃപയാൽ നമ്മൾ ഇന്ന് ഈ സ്ഥാനത്തായിരിക്കുന്നുവല്ലോ. प्रभु के बहुत ही बड़ी कृपा से हम लोग आज के दिन यहाँ खड़े हैं। നമ്മൾ വലിയ ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച ദൈവത്തിന്റെ ജനം. हम परमेश्वर की ओर से बहुत बड़ा अनुग्रह पाए हुए प्रभु के लोग हैं। കർത്താവിനെ നോക്കി ഒരു വാക്യം വായിക്കാമോ നമുക്ക് ഒരുമിച്ച്? മത്തായി സുവിശേഷത്തിൽ വരുമ്പോൾ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 13 13-ാം അധ്യായത്തിന്റെ എല്ലാവർക്കും ആ ഭാഗത്ത് നിന്ന് വരാം. 13-ാം അധ്യായത്തിന്റെ ആ വാക്യത്തിന്റെ 56-ാമത്തെ വാക്യം മാത്രം വായിക്കാം. ആ ഭാഗം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. 56 13-ാം അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യം. हम एक जल्दी से प्रभु का वचन से हम पढ़ेंगे। मत्ती रचित सुसमाचार उसके 13वें अध्याय का 56वां वचन हम पढ़ेंगे। അവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ, ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്ങൾ ഇടറിപ്പോയി. यहाँ ऐसा लिखा है, और क्या इसकी सब बहनें हमारे बीच में नहीं रहती, फिर इसको ये सब कहाँ से मिला? വായിക്കുന്നു. അതിന് മൂലവാക്യം വായിച്ച വേഗത്തിൽ മുമ്പോട്ട് നമുക്ക് വരാം. യേശു ഈ ഉപമകളെ പറഞ്ഞു തീർത്ത ശേഷം അതിന്റെ 53-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. 13-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യം മുതൽ ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. इस 56वें आयत के ऊपर से हम पढ़ेंगे, 53वें आयत से हम पढ़ेंगे तो यहाँ ऐसा लिखा है, जब यीशु ये सब दृष्टांत कह चुका तो वहां से चला गया और अपने नगर में आकर उनके आराधनालय में उन्हें ऐसा उपदेश देने लगा कि वे चकित होकर कहने लगे, इसको ये ज्ञान और सामर्थ्य के काम कहाँ से मिले? क्या यह बड़ई का बेटा नहीं? और क्या इसकी माता का नाम मरियम और इसके भाइयों का नाम याकूब, यूसुफ, शमौन और यहूदा नहीं? और क्या इसकी सब बहनें हमारे बीच में नहीं रहती? फिर उसको ये सब कहाँ से मिला? ആ വാക്യത്തിന്റെ ഘടന ശ്രദ്ധിക്കണമേ. 56-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുവിന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞു. എവിടെ നിന്ന് ലഭിച്ചു? എവിടെ നിന്ന്? സാധാരണക്കാരെന്നവർ പറഞ്ഞ് തച്ചന്റെ മകൻ, യോസഫിന്റെ മകൻ, മറിയയുടെ മകൻ, സഹോദരന്മാർ ഇവൻ നമ്മെ പോലെ ആ ഗ്രാമത്തിലെ ആളുകളോട് കൂടെ അല്ലെങ്കിൽ നസ്രയത്തിലെ മറ്റ് വ്യക്തികളോട് കൂടെ, യേശുവിന്റെ മാതാപിതാക്കന്മാരോട് കൂടെ, സഹോദരന്മാരുടെ കൂടെ യേശുവിനെ തുല്യനാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ. यहाँ पे 56वें आयत का घटना हम देखेंगे कि यीशु मसीह को उसके 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 परिवार से, उसको संसार से लोग को अपने आप को मिलाने की कोशिश कर रहे हैं. उसके भाई, उसकी माता और हमारे बीच में नहीं रहती है. ऐसा लिखा है कि हम उन लोग उसको यीशु मसीह को अपने समान के लोगों के साथ जोड़ रहे थे. ബാക്കിയുള്ള യേശുവിന്റെ പിതാവ് യോസഫും മറിയയും അതുപോലെ സഹോദരിമാരുമായിട്ട് യേശുവിനെ ചേർത്ത് നിർത്തി അവർ തുലനം ചെയ്ത് യേശുവിനെ കാണുന്ന ഒരു ഗ്രൂപ്പ് ആളുകളാണ് നാം ഇവിടെ യേശുവിന്റെ പിതൃനഗരത്തിൽ കാണുന്നത്. यहाँ पे एक ऐसा समूह हम देख रहे हैं जहाँ पे यीशु मसीह की माता मरियम को, उसके पिता को, वो सब वो समूह वाले अपने हिसाब से अपने समूह के नाम से जोड़ रहे थे. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഈ വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി. അപ്പൊ ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം അങ്ങനെയായിരുന്നു. പിതാവിനെ പോലുള്ള മകൻ, അമ്മയുടെ ഏകദേശം അതുപോലെ തന്നെ വ്യത്യസ്തരല്ലാത്ത ആളുകൾ, സഹോദരിമാരെല്ലാം ഒരുപോലെ വലിയ മാറ്റമൊന്നുമില്ലാതെ അവർക്ക് ജ്ഞാനവും പ്രവൃത്തികളും എല്ലാം ഏകദേശം ഒരുപോലെ വലിയ മാറ്റമൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഇതാ തീർത്തും വ്യത്യസ്തനായ ഒരുവൻ അവരുടെ പള്ളിയിലേക്ക് വന്ന് അവരോട് വചനം സംസാരിക്കുന്നു. हम यहाँ एक बात को समझ सकते हैं कि यहाँ पर इस नगर में एक खासियत यही है
कि उसके एक परिवार का अगर पिता, उसकी माता, उसके बेटे, उसके भाई बहन सब में एक समान का ज्ञान, एक समान का सामर्थ्य, एक समान की बोलचाल होगा, पर इस परिवार में एक बंदा ऐसा है, इस परिवार में एक व्यक्ति ऐसा है, उन सबसे अलग उनके आराधनालय में जाकर उनको ज्ञान और सामर्थ्य की बातें कह रहा है। അതുകൊണ്ട് യേശുവിന്റെ ജ്ഞാനവും വീര്യപ്രവർത്തികളും കണ്ടോ, രണ്ട് പദം ശ്രദ്ധിക്കുക. അതിന്റെ 54-ാമത്തെ വാക്യം, ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ആളുകൾ യേശുവിന്റെ ജ്ഞാനവും വീര്യപ്രവർത്തികളുടെയും ഉറവിടം അന്വേഷിക്കുന്ന ഒരു ആളുടെ മധ്യത്തിലാണ് യേശു ഇപ്പോൾ ആയിരിക്കുന്നത്. ये वहाँ पे जो लिखा हुआ है, इसको ज्ञान और सामर्थ्य के काम कहाँ से मिले? वो समूह ये ढूंढने की कोशिश कर रहा है कि इसको ये सारी सामर्थ्य कहाँ से मिली, यानी कहाँ से इसके पास आई। ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഉറവിടം അന്വേഷിച്ചുള്ള അവരുടെ യാത്രയിൽ അവർ യോസഫിലേക്കും മറിയയിലേക്കും യേശുവിന്റെ സഹോദരന്മാരിലേക്കും എന്ന് പറഞ്ഞാൽ ആ നസ്രത്തിൽ അവർ അന്വേഷിക്കുകയായിരുന്നു. ഈ അറിവിന്റെയും അതുപോലെ തന്നെ വീര്യപ്രവർത്തികളുടെയും ഉറവിടം അവർ അവിടെ അന്വേഷിക്കുകയാണ്. ये यहाँ के समूह के लोग यीशु मसीह को जहाँ से सामर्थ्य मिला उस दिशा में जाकर इसके परिवार में इसके पिता के पास जा रहे थे, इसकी माता के पास जा रहे थे और यही सोच रहे थे कि इसको ये सब इसके परिवार से तो नहीं मिला है. ശ്രദ്ധിക്കണമേ, അപ്പോൾ യേശു എന്ന ആ ഒരു വ്യക്തിയെ, അവർ കാണുന്ന നസ്രേനായ യേശുവിനെ അവർ നസ്രത്തിൽ ഒതുക്കി നിർത്തി പഠിക്കുന്ന ഒരു പാകളെയാണ് അവിടെ കാണുന്നത്. यहाँ पे हम देख रहे हैं कि ये जो समूह है वो यीशु मसीह को, यीशु नासरी को एक नासरत में ही उसके घिरे हुए बंधन में ये लोग सोच रहे हैं. അതുകൊണ്ട് അവർ ചോദിക്കുന്നു, ഇത് എവിടെ നിന്ന്? എവിടെ? പദം ശ്രദ്ധിക്കണമേ. 56-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇവന് യേശുവിന് ഇതൊക്കെയും എവിടെ നിന്നു എന്ന് പറഞ്ഞ് ആളുകൾ ഇടറിപ്പോയി. यहाँ पे लोग सोच रहे हैं कि ये सब सामर्थ्य इसको कहाँ से मिली है. 56 में लिखा है ये सामर्थ्य इसको कहाँ से मिली है. ഇടറിപ്പോയതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നു. അവർക്ക് അതിന്റെ അർത്ഥം ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല, അതിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. നസ്രത്തിൽ ജനിച്ച യോസഫിന്റെ, മറിയുടെ അല്ലെങ്കിൽ അവൻ ജനിച്ച പശ്ചാത്തലത്തിൽ, അവന്റെ കുടുംബാന്തരീക്ഷത്തിൽ ഇങ്ങനെ ജ്ഞാനവും അതുപോലെ തന്നെ വീര്യപ്രവർത്തനം ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ജനിപ്പാനും ജീവിപ്പാനും സാധ്യമല്ല, സാധ്യതയില്ല എന്നുള്ള വലിയ വിഷയത്തിൽ ജനം കൺഫ്യൂഷൻ ആകുന്നു, ഇടറിപ്പോകുകയാ. यहाँ के समूह के लोग इस बात को देख के चकित हैं कि बड़े यूसुफ और मरियम की बेटा एक ऐसा सामर्थ्य कैसे हो सकता है. ज्ञान और सामर्थ्य की बातें नासरत के परिवार में से, एक मामूली परिवार में से कैसे निकल सकती है. ശ്രദ്ധിക്കണമേ, അതുകൊണ്ട് ഇന്നും ദൈവസഭയെ നോക്കി നമ്മെ നോക്കി ആളുകൾ ഇടറുവാൻ കാരണം അവർ നമ്മളിൽ കാണുന്ന വ്യത്യസ്തതകൾ അവർ ലോകത്തിൽ അന്വേഷിക്കുന്നത് കൊണ്ടാണ് പലരും നമ്മളെ കണ്ടിടറിപ്പോകുന്നത്. इसलिए हमसे जो लोग चकित होकर जाते हैं उनका यही कारण है कि वे हम लोग को संसार के लोगों से और हम लोग को अपने आसपास के लोगों से मिलाने की कोशिश करते हैं. ശ്രദ്ധിക്കണമേ, ഇന്ന് രാവിലെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. ആമേൻ. അവരെ പോലെ നാം അല്ലാത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. आज के दिन परमेश्वर का धन्यवाद करें कि हम उनकी तरह नहीं हैं, हम असाधारण हैं. ആമേൻ. നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ കുടുംബത്തിലെ ആമേൻ അനേകരെ പോലെ നാം അല്ലാത്തതിനായി ദൈവത്തിന് നന്ദി പറയാം. हम अपने आसपास के लोगों से, हम परिवार के काफी सारे लोगों से अलग हैं, इसका हम धन्यवाद करें. ആമേൻ. അവർ സംസാരിക്കുന്ന പോലെ നാം സംസാരിക്കുന്നുവല്ലോ. കർത്താവേ നന്ദി. हम जैसे वो लोग बात करते हैं, अपनी जुबानों से बात करते हैं, वैसा हम नहीं बात करते. इस बात को धन्यवाद. അവർ ആരാധിക്കുന്ന രീതിയിൽ നാം ദൈവത്തെ ആരാധിക്കാത്തതിനായി സ്തോത്രം പറയാം. वो जिस तरीके से आराधना करते हैं हम उस तरीके से आराधना नहीं करते हैं. ആമേൻ. നമ്മുടെ ഉള്ളിൽ അവരെക്കാളും എത്രയോ അധികം ആമേൻ ദൈവിക വിശ്വാസവും ജീവിത വിശുദ്ധിയും നിറഞ്ഞതായി സ്തോത്രം പറയാമോ? उनके अंदर से कई ज्यादा अंदर हमारे परमेश्वर के प्रति भय और परमेश्वर के प्रति आनंद है. ആമേൻ. നാം സമൂഹത്തിൽ വ്യത്യസ്തരായ നന്ദി പറയാൻ കർത്താവേ, നീ എന്നെ വ്യത്യസ്തനായി മെനഞ്ഞതിനായി സ്തോത്രമപ്പ. हम अपने समूह में अलग हैं, हम अपने समूह में छाटे हुए हैं. इस बात का प्रभु को धन्यवाद करें. യേശുവിന്റെ ജ്ഞാനവും അതുപോലെ വീര്യപ്രവൃത്തികളും നോക്കി അതിന്റെ ഉറവിടം അന്വേഷിച്ചു പോയ നസ്രത്തിലെ ആളുകൾ ഇടറിപ്പോയെന്ന് വായിക്കുന്നു. यहाँ पे समूह ढूंढ रहा था कि यीशु मसीह को ज्ञान और सामर्थ कहाँ से मिला. इस बात को सोचने में वो चकित. അവരുടെ ബുദ്ധിയിൽ നസ്രത്തിനപ്പുറത്തൊരു ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനവും അതുപോലെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവും പ്രാപിപ്പാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടത്തിൽ അവർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. उनकी बुद्धि एक ही इस नासरत नाम के जगह के
बाउंड्रीज तक ही रह चुकी थी। അവർ യേശുവിനെ സാധാരണ നസ്രത്തുകാരനായി കണ്ടതുകൊണ്ട് അതിനപ്പുറമുള്ള ദൈവിക ബന്ധത്തിലും യേശുവിന്റെ ഉറവിടം എവിടെ നിന്ന് അവർക്ക് മനസ്സിലാകാഞ്ഞതിനാൽ ഹല്ലേലൂയ അതുകൊണ്ട് യേശുവിന്റെ ജ്ഞാനത്തിന്റെയും അതുപോലെ വീര്യപ്രവൃത്തിയുടെയും ഉറവിടവും അവർക്ക് മനസ്സിലായില്ല. वो यीशु मसीह को एक मामूली नासरी सोच करके उसको उसके परिवार से तुलना कर करके अपने समूह से तुलना कर करके उस बड़े राह को वो लोग भूल गए थे. ശ്രദ്ധിക്കണമേ, യേശു എവിടെ നിന്നൊന്ന് മനസ്സിലാകാഞ്ഞത് കൊണ്ട് യേശുവിന്റെ ജ്ഞാനവും വീര്യപ്രവൃത്തിയും മനസ്സിലായില്ല. वो ये नहीं जानते थे कि यीशु मसीह कहाँ से है, इसलिए वो उनको यीशु मसीह को अपने जगह से मिला रहे थे. അതുകൊണ്ട് അവർ പറയുന്നു, ഇവന് ഇതൊക്കെയും എവിടെ നിന്ന്? इसलिए वो ये चकित होकर पूछ रहे थे, इसको ये सब कहाँ से मिला? ആ ചോദ്യത്തിന് മറുപടി അറിയാവുന്നവരാണ് നാം എല്ലാവരും. इस सवाल का जवाब हम सब जानते हैं. ആമേൻ. എവിടെ നിന്ന്? कहाँ से? ഹല്ലേലൂയ. അത് എവിടെ നിന്ന് നമുക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയാം. അത് എവിടെ നിന്നുള്ള ജ്ഞാനവും അത് വീര്യപ്രവൃത്തികളുടെ ശക്തിയുമാണെന്ന് हम जानते हैं बहुत अच्छे तरीके से इसको ये कहाँ से सामर्थ्य. രാവിലെ വളരെ സന്തോഷത്തോടെ സന്ദേശം ശ്രവിക്കണമേ. आज के दिन आनंद से संदेश को जाने. ആമേൻ. ആമേൻ. അതേ ദൈവജ്ഞാനവും വീര്യപ്രവൃത്തികളും വന്ന അതേ ഇടത്തു നിന്ന് തന്നെ ജ്ഞാനവും അതുപോലെ വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ ദൈവശക്തിയും ദൈവകൃപയും പ്രാപിച്ചവരാണ് നാം എല്ലാവരും. जहाँ से यीशु मसीह को ज्ञान और सामर्थ्य की बातें और सामर्थ्य मिली है, उसी जरिए से उसी राह से हमें भी उसी स्थान से हमें भी ज्ञान और सामर्थ्य की आत्मा मिली है. ആമേൻ. കർത്താവ് പറയാമോ, ദൈവമേ നന്ദി, അങ്ങ് പ്രാപിച്ച ജ്ഞാനവും വീര്യപ്രവൃത്തികളും ചെയ്യുവാനുള്ള അധികാരവും ദൈവശക്തിയും അതേ സ്ഥാനത്ത് നിന്ന്, അതേ ഉറവയിൽ നിന്ന്, അതേ സ്രോതസ്സിൽ നിന്ന് ദൈവമേ എനിക്കും തന്നതിനായി സ്തോത്രമപ്പാ. हम आज के दिन परमेश्वर को धन्यवाद करेंगे. प्रभु तेरा धन्यवाद हो कि जिस राह से, जिस स्रोत से, जिस स्थान से यीशु मसीह को ज्ञान और सामर्थ्य मिला था, उसी स्थान से हमें भी प्रभु अपने आत्मा दिया है. നസ്രത്തിലെ ആളുകൾ ചോദിക്കുന്നു, ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് വന്നു? नासरत के लोग पूछ रहे हैं, इसको ये सामर्थ्य कहाँ से मिली? നാം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ബുക്ക് ഓഫ് ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 7 verse 16. 7:16. हम एक और वचन पढ़ेंगे, यूहन्ना रचित सुसमाचार उसके 7वें अध्याय का 16वां वचन हम पढ़ेंगे. ആമേൻ. കർത്താവ് തന്റെ പിന്നാലെ ഗമിക്കുന്ന പുരുഷാർത്ഥം ഇങ്ങനെ പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. यीशु ने उन्हें उत्तर दिया, मेरा उपदेश मेरा नहीं परंतु मेरे भेजने वाले का ആമേൻ. है. ഈ സത്യം മനസ്സിലാകാതൊരു നസ്രത്തുകാരാണ് യേശുവിന്റെ ആമേൻ ഈ ജ്ഞാനത്തിന്റെയും ദൈവശക്തിയുടെയും ഉറവിടം അന്വേഷിച്ച് നടന്നത്. इस जवाब का इस लाइन का मतलब ना समझने वाले नासरत के लोग यीशु मसीह को अपने समूह से जोड़ रहे थे. ആമേൻ. എന്നെ അയച്ചവന്റെ പക്കൽ നിന്ന് ഞാൻ പ്രാപിച്ച ജ്ഞാനവും ദൈവശക്തിയുമാണ് എന്റെ പക്കൽ ഉള്ളതെന്നുള്ള പ്രഖ്യാപനത്തെ ഇത് രാവിലെ ഓർക്കണം, ശ്രദ്ധിക്കണം. मेरे भेजने वाले ने जो मुझे सामर्थ्य और ज्ञान दी है, वही सामर्थ्य से मैं आज आपके सामने खड़ा हूँ, वो कहता है. അപ്പോൾ യേശു ഒരുവർ അയക്കപ്പെട്ടു എന്നുള്ള ബോധ്യം എന്ന അറിവ് ആർക്കില്ലായിരുന്നു? നസ്രത്തുകാർക്കില്ലായിരുന്നു. तो यीशु मसीह एक भेजा गया हुआ इंसान है, ये सोचने वाली सामर्थ्य नासरत के लोगों में नहीं थी. അപ്പോൾ യേശുവിനെ അയച്ചവരിൽ നിന്ന് ലഭിച്ച ആ ദൈവശക്തിയും ജ്ഞാനവുമാണ് തങ്ങളുള്ളതെന്നുള്ള ബോധ്യം നമുക്കറിയാം, നമുക്കുണ്ട്. ഹല്ലേലൂയ. നാം പ്രാപിച്ച ദൈവശക്തിയും ആമേൻ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകവും എനിക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ദൈവത്താൽ ലഭിക്കപ്പെട്ടതാണെന്ന ബോധ്യം നമുക്കുണ്ടല്ലോ. हमें लेकिन ये एक बहुमूल्य हमको एक स्थान दिया गया है, हमें ये बुद्धि और समझ दी गई है कि जो सामर्थ्य यीशु मसीह को मिला है, उसके भेजने वाले से वही सामर्थ्य, वही आत्मा हमें भी मिली है. അയച്ചവൻ ആമേൻ യേശുവിനെ ജ്ഞാനവും ശക്തിയും ആമേൻ കൊടുത്ത് അയച്ചു എന്ന് വായിച്ചു. हम वहाँ देखते हैं कि भेजने वाला उसको सामर्थ्य और ज्ञान सहित भेजा है. ഇതേ അർത്ഥത്തിൽ വേറെ വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനന്റെ പുസ്തകം, ബുക്ക് ഓഫ് യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. यशाया एक और वचन पढ़ेंगे. यशाया की पुस्तक 11वें अध्याय का पहला और दूसरा वचन यहाँ ऐसा लिखा है, तब यिशै के टूट में से एक डाली फूट निकलेगी, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, और उसकी जड़ में से एक शाखा निकलकर फलवंत होगी. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. यहोवा का आत्मा
ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് തന്നെ. यहोवा का आत्मा बुद्धि और समझ का आत्मा, युक्ति और पराक्रम का आत्मा और ज्ञान और यहोवा के भय का आत्मा उस पर ठहरा रहेगा. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ച നസ്രയൻ കർത്താവിനെ കുറിച്ച് ദൈവിക വെളിപ്പാടാണ്, ദൈവിക വാഗ്ദത്തമാണ്, പ്രവചനമാണ് വായിച്ചത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ആമേൻ, ഒരുവൻ വരും, അത് മശിഹയെ കുറിച്ചുള്ള വാഗ്ദത്തം പ്രവചനമാണ്, നമുക്കറിയാം. അപ്പോൾ അവൻ വരുന്നത് യഹോവയുടെ ആത്മാവിനാൽ വരും. അവൻ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാ പ്രാപിച്ചവനായിട്ടായിരിക്കും ഭൂമിയിലേക്ക് വരുന്നത്. इस बात को यहाँ देखिए कि यीशु के डाली में से एक फलवंत दाखलता निकल कर आएगी, और उस यशायाह इस बात को घोषणा पहले कर चुका था, भविष्यवाणी करते हुए कि उसके अंदर आत्मा और बुद्धि और ज्ञान का समझ का आत्मा भरा हुआ होगा. അപ്പോൾ ആത്മാവിനാൽ നിറയപ്പെട്ടവൻ, ആത്മാവിനാൽ വിവേകത്താൽ പരിജ്ഞാനത്താൽ നിറവ് പ്രാപിച്ചവനായിരിക്കും അതെ വരിക എന്നുള്ളത് നാം ഇവിടെ വായിക്കുന്നു. लेकिन यहाँ हम समझ जाते हैं कि आत्मा से भरा हुआ, पराक्रम का आत्मा, बुद्धि और समझ का आत्मा भरा हुआ मनुष्य को परमेश्वर ने भेजा था. യേശുവിനെ കുറിച്ചുള്ള പഴയ നിയമ നിരവധി പ്രവചനങ്ങളുണ്ട്. അവയിലെല്ലാം അവ വ്യത്യസ്തനായി സാധാരണക്കാരല്ലാതെ ജ്ഞാനവും ദൈവശക്തിയും പ്രാപിച്ചവനായി വരും. ആമേൻ. അവന്റെ പക്കൽ നമുക്ക് ഒരുപാട് വാക്യങ്ങൾ അറിയാമല്ലോ. രാജാവായി പിറക്കുന്നവൻ, രാജാവായി വരുന്നവൻ, അധികാരമുള്ളവൻ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവൻ എന്നുള്ള അനേക അനേക പ്രവചനങ്ങൾ നമുക്കറിയാം, വേദപുസ്തകത്തിലുണ്ട്. हम जानते हैं कि पुराने नियम में कई बार भविष्यवाणी करके हुए कई सारे जगहों में यीशु मसीह के आने के बारे में लिखा गया है. वहाँ पे ये भी लिखा गया है कि वो आएगा आत्मा से भरा हुआ, सामर्थ्य से भरा हुआ, पराक्रमी, पर प्रभु का पुत्र आने वाला है. ऐसा कई जगह लिखा हुआ है. അപ്പോൾ ഈ സത്യങ്ങളൊന്നും അറിയാതിരുന്ന ആമേ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇല്ലാതിരുന്ന ആളുകളാണ് നസ്രത്തിലെ ആളുകൾ. യേശുവിനെ യോസഫുമായി മറിയുമായി തുലനം ചെയ്ത് പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്കില്ലാതിരുന്ന, അത് യോസഫിനില്ലാതിരുന്ന, മറിയില്ലാതിരുന്ന ഈ ജ്ഞാനവും ദൈവശക്തിയും യേശുവിങ്കൽ എവിടെ നിന്ന് വന്നു? ये सारी सच्चाई को ना जानने वाले नासरत के लोग यीशु मसीह के सामर्थ्य और ज्ञान का जरिया उस स्थान को उनके परिवार में, उसके नासरत के परिवार में ढूंढ रहे थे. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആളുകൾ തിരയുമ്പോൾ ശ്രദ്ധയോടെ രാവിലെ സന്ദേശത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കണമേ. നമ്മുടെ ജ്ഞാനവും നമ്മുടെ മേലുള്ള ദൈവശക്തിയും ആളുകൾ തിരയുമ്പോൾ ഇവനിൽ, ഈ സഹോദരനിൽ, ഈ സഹോദരിയിൽ, ഈ പിതാവിൽ, മാതാവിൽ ഈ ദൈവശക്തിയും ഈ ജ്ഞാനവും എങ്ങനെ വന്നു എന്ന് ആളുകൾ തിരയുമ്പോൾ നമുക്കറിയാം, ആമേ, അതിന് ഉറവിടം മറ്റൊരു സ്ഥലം, ഈ ഭൂമിയിലെ ഇടങ്ങളല്ല, ഉയരത്തിൽ നാം പ്രാപിച്ചല്ലാതെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് എന്തുണ്ട് പറയുവാൻ? എല്ലാം നമുക്ക് ലഭിച്ചത് ഉയരത്തിൽ നിന്ന് മാത്രം. ദൈവം നൽകിയ ജ്ഞാനവും ദൈവം നൽകിയ ശക്തിയുമല്ലാതെ നമ്മുടെ പക്കൽ എന്തുണ്ട് എന്റെ എന്ന് പറയുവാൻ? इस बात को हम जानते हैं कि अगर हमको देख करके, हमारे लोगों को देख करके अगर दूसरे लोग आश्चर्यचकित होते हैं, आश्चर्य करते हैं कि इसको ये आत्मा सामर्थ्य कहाँ से मिली, तो हम इस बात को जानते हैं, इस सच्चाई को जानते हैं कि हमारी खूबी नहीं, हमारे मन के अंदर की ताकत नहीं, बल्कि हमें भेजने वाला, हमें सामर्थ्य भरने वाला एक पिता परमेश्वर ऊंचे आसमान में हमारे लिए खड़ा है. ആമേ. നമുക്ക് വേണ്ടി ആമേ നമ്മെ ജ്ഞാനത്തോടെ അയച്ചവൻ, ദൈവശക്തി പകർന്നയച്ച കർത്താവ്. ഹല്ലേലൂയ. നമ്മെ നിർത്തിയിരിക്കുന്ന കർത്താവിന് പറയാം, കർത്താവ് നീ എന്നെ ജ്ഞാനത്തോടെയും ശക്തിയോടെയും അയച്ചതിനായി സ്തോത്രമപ്പ. हमें यहाँ भेजने वाला परमेश्वर, आत्मा से सामर्थ्य से भरने वाला परमेश्वर को आज के लिए धन्यवाद करे प्रभु कि हमें दूसरों से, संसार से अलग करने के लिए धन्यवाद राजा. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളോടെ വായിക്കുന്നു. यहाँ पे हम एक और आयत पढ़ेंगे, पहला कुरिन्थियों उसका दूसरे अध्याय का 12 और 13 वचन. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. पहला कुरिन्थियों उसका दूसरे अध्याय का 12 और 13 वचन. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്ന് ആത്മാവിനെ എത്ര പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷികജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. परंतु हमने संसार की आत्मा नहीं, परंतु वह आत्मा पाया है जो परमेश्वर की ओर से है, कि हम उन बातों को जो जाने जो परमेश्वर ने हमें दी है.
जिनको हम मनुष्य के ज्ञान की सिखाई हुई बातों में नहीं परंतु आत्मा की सिखाई हुई बातों में आत्मिक बातों से मिला मिलाकर सुनाते हैं। കണ്ടോ പൗലോസ് ഇവിടെ ആമേ പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ? ഞങ്ങൾ ദൈവിക ജ്ഞാനം പ്രാപിച്ചവർ. देखिए यहाँ पे पौलुस ये कहना चाह रहा है कि हम प्रभु के परमेश्वर के आत्मा पाए हुए लोग हैं। ആമേ ആത്മാവിന്റെ ജ്ഞാനം പ്രാപിച്ചവർ. आत्मा के सामर्थ्य पाए हुए लोग हैं। ആമേ ശ്രദ്ധിക്കണമെന്ന് രാവിലെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആമേ ഈ ആത്മാവിനെ പ്രാപിച്ച നാം ദൈവിക ജ്ഞാനം പ്രാപിച്ചവർ. हम आज इस बात को जाने कि हम कितने बहुमूल्य इतने भाग्यशाली हैं कि हमें परमेश्वर का आत्मा परमेश्वर ज्ञान का आत्मा मिला है। എവിടെ നിന്ന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും ലഭിച്ചു? ये हमें कहाँ से सामर्थ्य मिला है? നമുക്കറിയാം ആത്മനിറവിൽ ആമേ ഏത് രീതിയിൽ ആമേ നമ്മുടെ കർത്താവ് ആത്മാവിനെ പ്രാപിച്ചു അതേ ആത്മാവിനെ പ്രാപിച്ചവരാണ് നാമും. इस बात को हम जानते हैं कि जिस जरिए से यीशु मसीह को आत्मा मिला था उसी स्थान से हमें भी वो आत्मा मिला है। അതേ ജ്ഞാനവും ദൈവശക്തിയും കർത്താവ് പറഞ്ഞു നിങ്ങളുടെ മേൽ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ആമേൻ അതെ യെരൂശലേമിലും യഹൂദയിലും സാക്ഷികളാകും. നിങ്ങൾ ശക്തി പ്രാപിച്ചവരാണ്. यही सामर्थ्य को पाए हुए हम लोग परमेश्वर ने कहा था कि तुम दुनिया के पृथ्वी के छोर तक मेरे गवाह होने पाओगे। അപ്പോൾ ആളുകൾ നമ്മുടെ ജ്ഞാനം അന്വേഷിച്ച് തിരഞ്ഞു വരികയാണ്. तो लोग हमारे ज्ञान और सामर्थ्य का स्थान को ढूंढते हुए आ रहे हैं। ഈ ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും ഉറവിടത്തെ അവർ അന്വേഷിക്കുന്നു. इस ज्ञान और सामर्थ्य का जहाँ से निकला है उस स्थान को ढूंढते हुए लोग आ रहे हैं। യേശുവിനോട് പറയുന്നു അവൻ ഇതൊക്കെയും എവിടെ നിന്നെന്ന് അന്വേഷിക്കുന്നു അവർ. वो ये ढूंढ रहे हैं कि यीशु मसीह को कहाँ से ज्ञान और सामर्थ्य की बातें मिली हैं। എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ അന്ന് വെളിപ്പാട് അന്ന് ചിലരെ പ്രാപിച്ചിരുന്നുള്ളൂ. लेकिन वहाँ पे सामर्थ्य वे बहुत ही कम लोग थे। അതുകൊണ്ട് പത്രോസ് പറയുന്നു കർത്താവേ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണ് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? इसलिए पतरस उनसे यीशु मसीह से कहता है प्रभु ज्ञान और सामर्थ्य की बातें सिर्फ तेरे पास ही है। അനന്ത ജീവൻ की बातें ആമേൻ. നിത്യജീവന്റെ മൊഴികൾ കർത്താവേ നിന്റെ പക്കലുണ്ട്. अनंत जीवन की बातें प्रभु तेरे पास ही है। ആമേ ശ്രദ്ധിക്കണമെന്ന് രാവിലെ നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ. इस बात को समझे कि हम कितने भाग्यशाली हैं। ആമേ ഉയരത്തിലെ ശക്തിയും ജ്ഞാനവും പ്രാപിച്ചവർ. हम प्रभु के शक्ति और सामर्थ्य पाए हुए लोग हैं। ആമേ കർത്താവിനെ പോലെ തന്നെ ശുശ്രൂഷിപ്പാൻ വേണ്ടി അധികാരവും ദൈവശക്തിയും പ്രാപിച്ചവർ. यीशु मसीह की तरह यीशु मसीह के जैसे हम सेवकाई के सामर्थ्य पाए हुए लोग हैं। നസ്രത്തുകാർ തിരയുന്നു ആമേൻ ഇവൻ തച്ചന്റെ മകനല്ലയോ മറിയുടെ മകനല്ലയോ? അപ്പോൾ നസ്രത്തിലെ മറ്റാളുകളുമായി യേശുവിനെ താരതമ്യം ചെയ്ത് അവർ പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ആമേൻ നാം മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നാണ് യേശുവിനെ അയച്ചത്. वहाँ के लोग ये बात को ढूंढ रहे थे कि ये बड़ा ही यूसुफ का बेटा ये मरियम का बेटा कहाँ से इतना ज्ञान और सामर्थ्य की बातों को ढूंढ निकाल रहा है, कहाँ से इसको ये बातें मिली हैं। पर उस जरिए को स्थान को हम जानने वाले लोग അനേകരുടെ കണ്ണുകൾ ഈ വിഷയത്തിന് മുമ്പിൽ അടഞ്ഞു കിടന്നപ്പോൾ ഹല്ലേലൂയ യേശു സകലത്തെ നിർമ്മിച്ച ആമേ സൃഷ്ടികർത്താവാണെന്നും സകല ജ്ഞാനികളുടെയും ജ്ഞാനിയും സകലക്കും ജ്ഞാനം പകരുന്ന ആമേ ദൈവമാണെന്ന വലിയ വെളിപ്പാടാണ് അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നത്. इन सारे सच्चाई को ना जानने वाले नासरत लोगों के बीच में यीशु मसीह ने हमारे अंदर इस बात को ये समझाया है कि वो हमें वही सामर्थ्य वही आत्मा मिली है. അനേക ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും സദൂക്യർക്കും ജ്ഞാനികൾക്കും മറഞ്ഞു കിടന്ന വലിയ ആത്മീയ മർമ്മമാണ് ദൈവം സാധാരണക്കാരായ നമ്മുടെ മേൽ പകർന്നത്. बड़े ज्ञानी और शास्त्री और पुरोहितों को ये बातें जो सच्चाई जो नहीं पता चली थी वही सच्चाई प्रभु ने हम जैसे साधारण लोगों के दिल में डाला है. യേശുവിന്റെ ജ്ഞാനവും ശക്തിയും ഉറവിടം അന്വേഷിച്ച് ഇടറിപ്പോയവർ ഒരുപാടുണ്ട്. പക്ഷേ ഹല്ലേലൂയ ആമേ അതറിഞ്ഞ് യേശു ദൈവത്തിന്റെ ആമേ പുത്രനാണെന്ന് ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നമ്മളുള്ളിൽ പകർന്നപ്പോഴാണല്ലോ ഹല്ലേലൂയ നമ്മൾ കർത്താവിന്റെ വലിയ സ്നേഹത്തെ അറിഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചും സ്നേഹിച്ചതും. ज्ञान की बातों को सुन करके जो लोग आश्चर्यचकित हुए थे उनको छोड़ करके ज्ञान और सामर्थ्य की आत्मा पाए हुए लोग हम असाधारण को परमेश्वर ने चुना है. അപ്പോൾ ദൈവസഭയെ നോക്കി ആളുകൾ പറയുന്നു ഇത് ആമേൻ ഇവർക്ക് ജ്ഞാനവും ദൈവശക്തിയും എവിടെ നിന്ന് ലഭിക്കുന്നു? तो नासरत के लोग ये बात को देख करके चकित हैं कि इनको ये कहाँ से सामर्थ्य मिली है. നമുക്കറിയാം പെന്തക്കോസ്തിന് ശക്തി പ്രാപിച്ചപ്പോൾ ആ ശിഷ്യന്മാരെ നോക്കി ആൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ? हम जानते हैं कि पेंतेकोस्त के दिन जब आत्मा उतरा था तो लोग ये कह रहे थे कि आश्चर्यचकित होकर कि ये गलील के लोग नहीं है क्या. അതേ പുസ്തകം ബുക്ക് ഓഫ് ആക്ട്സ് 4-ാം അധ്യായം 12 വാക്യത്തിലുണ്ട് ആമേൻ യേശുവിന്റെ ശിഷ്യന്മാരെ പത്രോസിനെയും യോഹന്നാനെയും നോക്കിയിട്ട് ആള് പറയുന്നു ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമാണ്. वहाँ पे आगे जाके 4थे अध्याय में हम पढ़ते हैं पतरस को लोग कह रहे थे कि ये साधारण और अनपढ़ लोग हैं. എന്നാൽ നമുക്കറിയാം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ
लेकिन हम जानते हैं कि वो यीशु मसीह के साथ रहे थे। വലിയ ദിവ്യജ്ഞാനം പ്രാപിച്ചവർ, बहुत ही बड़ा यीशु मसीह का ज्ञान पाए हुए लोग थे। അത്ഭുതം ചെയ്യുവാൻ വേണ്ടി അത് നമുക്കറിയാം, അവരുടെ നിഴലിൽ പോലും ദൈവശക്തി വെളിപ്പെടുത്തിയിരുന്നവർ. हम जानते हैं कि वो बहुत ही बड़ा सामर्थ्य, उनकी छाया में भी सामर्थ्य थी। ആമേ സാധാരണക്കാർ ലോകം പറഞ്ഞപ്പോൾ നമുക്കറിയാം വലിയ ദൈവികജ്ഞാനവും ദൈവശക്തിയും നിറഞ്ഞവർ. जब संसार के लोग इसे साधारण कह रहे थे, पर वो ज्ञान और सामर्थ्य के पाए हुए लोग थे। നമ്മളെ വ്യത്യസ്തരായതയും വിളിച്ചവരാ. लेकिन परमेश्वर ने हमें चुना हुआ है। ശ്രദ്ധിക്കണമേ, നാം വ്യത്യസ്തരാണ്. ध्यान देंगे, हम एक चुने हुए लोग हैं। ആമേ ഇതൊന്നും നമ്മുടെ ഗുണമാണോ? അല്ല, നമ്മെ അയച്ചവൻ ദൈവശക്തിയും ദൈവ ജ്ഞാനവും ആമേ പകർന്നിട്ടാണ് അവൻ നമ്മളെ അയച്ചത്. लेकिन ये हमारी सामर्थ्य नहीं है, बल्कि हमें भेजने वाले परमेश्वर की ഇന്നും सामर्थ्य है। നമ്മെ നോക്കി പലരും ഇടറിപ്പോകുന്നതൊക്കെ മനസ്സിലാകുന്നില്ല നാം എന്തുകൊണ്ട് വ്യത്യസ്തരായിരിക്കുന്നു. आज भी हमसे चकित होकर लोग जब जाते हैं तो उनको पता नहीं चलता हमारे अंदर क्या सामर्थ्य है। ആമേ നമ്മുടെ കർത്താവാണ് നമ്മളെ വ്യത്യസ്തരാക്കിയത്. हमें परमेश्वर ने हमें अलग किया है। ആമേ ഈ ആത്മാവുള്ളിൽ വന്നപ്പോഴാണ് നാം വ്യത്യസ്തരായത്. जब ये आत्मा हमारे अंदर आया तब हम अलग हुए थे। ആമേ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വ്യത്യസ്തരാക്കിയത്. प्रभु का वचन हमें अलग किया है। എന്തെങ്കിലും ആമേ നമുക്ക് യോഗ്യതയുണ്ടെന്ന് പറയുവാനുണ്ടെങ്കിൽ നമ്മൾ ദൈവസഭയോട് ചേർന്നതിന് ശേഷം മാത്രം ലഭിച്ച നന്മയാണ് നമുക്ക് ആമേ നമ്മുടെ ഉള്ളിലുള്ളത്. अगर हमारे अंदर एक बदलाव आया है तो उसका कारण यही है कि हम परमेश्वर की आत्मा से, परमेश्वर के वचन से जुड़े हुए थे। നന്ദിയോടെ രാവിലെ പറയാമോ, ദൈവമേ നീ എന്നെ ത്തോളം വ്യത്യസ്തനാക്കിയതിനായി സ്തോത്രമപ്പാ. प्रभु का धन्यवाद करें कि प्रभु तेरा धन्यवाद हो कि आपने वचन से, अपने सामर्थ्य से, अपने ज्ञान से जोड़ के रखा है। നമ്മുടെ കൂടെ പഠിച്ച സഹപാഠികളിലും അതേ നമ്മുടെ കൂടെ ജനിച്ച ആമേ നമ്മുടെ സഹോദരന്മാരിൽ നിന്നുള്ള വ്യത്യസ്തരായി അല്ലെ നാം വ്യത്യസ്തരാകുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നാം ജനിച്ച ഇടങ്ങളിൽ, നാം ആമേ ആയിരുന്ന സ്ഥാനങ്ങളിലെല്ലാം നാം വ്യത്യസ്തരായിരിക്കുന്നത് ഹല്ലേലൂയ നമ്മളെ അയച്ചവനായ ഒരുവനുണ്ടെന്നുള്ളത് കൊണ്ടാ. हम जिनके साथ पड़े हुए थे, हमारे सहपाठी, हमारे परिवार के, हमारे पड़ोस के लोग, हमारे साथ काम करने वाले लोग, उन सब से हम अलग इसलिए हैं क्योंकि हमारे अंदर परमेश्वर का आत्मा है। പറയാമോ, കർത്താവേ നീ എന്നെ അയച്ചതിനായി സ്തോത്രം. आज के दिन धन्यवाद करे प्रभु, तेरा धन्यवाद हो, आपने मुझे भेजा है। ആമേ പിതാവ് ആദ്യം പുത്രനെ എങ്ങനെ അയച്ചു അതേപോലെ തന്നെ നാമും അയക്കപ്പെട്ടവർ. जिस तरह परमेश्वर ने अपने पुत्र को भेजा है, उसी तरह परमेश्वर ने हमें भी भेजा है। വെറുങ്കയോടെയുള്ള ജ്ഞാനത്തോടും ശക്തിയോടും കൂടെ അവൻ നമ്മളെ അയച്ചു. खाली हाथ नहीं, बल्कि ज्ञान और सामर्थ की आत्मा भेजे हैं। നമ്മെ നോക്കി ആളുകൾ ആശ്ചര്യപ്പെടട്ടെ. हमें देख कर के लोग आश्चर्य होने पाए। നാം നിശ്ചയമായും നാം നസ്രയത്തിൽ ഒരു അത്ഭുതമായി മാറും. हम निश्चित रूप से नासरत में एक अद्भुत कार्य को देखेंगे। ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ലജ്ജിച്ചു പോകുമെന്ന് ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, നാം നസ്രത്തിൽ ഒരു അത്ഭുതമായി മാറും. आज के दिन अगर हम सोचते हैं कि हमारे अंदर कोई खूबी नहीं है, हम कुछ कर नहीं पाएंगे, पर हम जानते हैं कि वो नासरी का वही सामर्थ हमको हमारे अंदर मिला है। ആമേൻ. നാം നിശ്ചയമായും നസ്രയത്തിൽ ഒരു അത്ഭുതമായി മാറും. हम निश्चित रूप से नासरत में एक अद्भुत काम को करने ഈ वाले। നസ്രത്തിൽ നാം അനേകരെ സൗഖ്യമാക്കും. नासरत जिले में, नासरत नगर में हम अद्भुत कार्य लोगों को चंगा करेंगे। നസ്രയത്തിൽ ഒരുപാട് പേരെ നമ്മൾ ഉപദേശിക്കും. नसरत में बहुत सारे लोगों को हम उपदेश देंगे। നമ്മുടെ ഉപദേശം കണ്ട് അനേകർ ആശ്ചര്യപ്പെടും. हमारा उपदेश सुन के कई लोग चकित होंगे। നാം മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. हम दूसरों की तरह नहीं है, ये सामर्थ ज्ञान उनको मिलेगा। ആത്മാവിൽ 2026 നമുക്ക് ആത്മാവിൽ ശുശ്രൂഷിക്കാം. इस 2026 साल में हम आत्मा में ये प्रचार करें। ആമേ ശക്തമായി നമുക്ക് ആത്മാവിൽ മുമ്പോട്ട് പോകാം. हम आत्मा में शक्तिशाली रूप से आगे बढ़े। ആമേ നാം വ്യത്യസ്തരാകുന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ. हम लोगों से अलग है, इस बात का बोध हमारे दिल में हो। ആമേ നിരവധി ആളുകൾ നസ്രയത്തിൽ യേശു വ്യത്യസ്തനായിരുന്നു. कि कई सारे लोग को पता था नासरत में कि यीशु मसीह अलग है। യേശു വ്യത്യസ്തനായതുപോലെ നാം വ്യത്യസ്തരാണ്. यीशु मसीह जैसे हम भी समूह से अलग हैं। ആമേ നമ്മെ നോക്കി ആളുകൾ ചോദിക്കും, ഇവന് ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ലഭിക്കുന്നു? हमें देख कर के समूह के लोग कहेंगे कि इसे ज्ञान और सामर्थ कहाँ से मिली। ഉറവിടം നമുക്കറിയാം, നമുക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന്. लेकिन हम जानते हैं ये स्थान कहाँ से मिला है। ഹല്ലേലൂയ. हालेलुया। 2026 നസ്രയത്തിൽ നമുക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. इस 2026 में हमें नासरत में कई सारे अद्भुत कार्य करने हैं। ആമേ സാധാരണക്കാരെന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മളെ സാധാരണക്കാരാക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ നമുക്കറിയാം നമ്മൾ അസാധാരണക്കാർ. अगर लोग हमें, समूह के लोग हमें साधारण लोग मानने लगे तो हम जानते हैं कि हम एक असाधारण लोग हैं। നമ്മുടെ ഉപദേശവും നമ്മുടെ ശക്തിയും കണ്ട ആളുകൾ ആശ്ചര്യപ്പെടും. हमारे सामर्थ्य और ज्ञान देखकर के लोग आश्चर्य होंगे। നമ്മൾ അസാധാരണക്കാർ. हम असाधारण हैं। ഹല്ലേലൂയ. हालेलुया। ലോകർ പറയും, ഇവന് ഈ ശക്തിയും ജ്ഞാനം എവിടെ നിന്ന്?
लोग पूछेंगे कि इसे ज्ञान और सामर्थ्य कहाँ से मिली, നമുക്കറിയാം, ഞാൻ പറയും എന്നെ അയച്ചവങ്കിൽ നിന്ന്. लेकिन हम बोलेंगे कि मुझे भेजा हुआ, എന്നെ അയച്ചവൻ ഒരുത്തനുണ്ട്. मुझे भेजा हुआ एक है, ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അഭിഷേകം ചെയ്ത ഒരുത്തനുണ്ട്. मेरे सेवकाई में सामर्थ्य दिया हुआ एक അവൻ വിളിച്ച് व्यक्ति है। വേദനിച്ച് അഭിഷേകത്തോടെ നിർത്തിയൊരു കർത്താവുണ്ട്. भेजने वाला सामर्थ्य के साथ भेजने वाला हालेलुया। है। हालेलुया। അതിശക്തമായ ദൈവത്തെ വേല ചെയ്യാം. सामर्थ्य रूप से प्रभु की सेवकाई करें। നാം ഒരു അത്ഭുതമാണ് ദൈവത്തിന്റെ പൈതലേ. हम एक अद्भुत लोग हैं। വലിപ്പത്തിൽ ചെറിയവരെങ്കിലും ലോകം നമ്മളെ സാധാരണ കാണുവാൻ ശ്രമിച്ചെങ്കിൽ നമുക്കറിയാം നാം അസാധാരണക്കാരാണ്. अगर हम हमारे अंदर कोई खूबी नहीं है, अगर हमारे अंदर समूह के लोग हमें छोटे समझ रहे हैं, तो हम जानते हैं हम असाधारण लोग हैं। രാവിലെ എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. आज के दिन सारा भय अंदर से निकल जाए। ഏതെങ്കിലും നിരാശകളോ ലജ്ജയോ നമ്മെ ഭരിക്കുന്നത് പറയാമെന്ന് രാവിലെ ഇല്ല, ഞാൻ അസാധാരണക്കാരനാണ്. हमारे अंदर कितना डर है, हमारे अंदर लज्जा है, सब आज के दिन निकलने पर। ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर में सहायता അവർ करें। അന്വേഷിക്കുന്നു ഇവന്റെ ജ്ഞാനവും ദൈവശക്തിയും എവിടെ നിന്ന്. वो ढूंढ रहे हैं कि इसके ये सामर्थ्य और ज्ञान कहाँ से मिला। അയച്ചവനുണ്ട്, അയച്ചവൻ. भेजने वाला है उसका एक। ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കറിയാം, യോർദാനിൽ അഭിഷേകം പ്രാപിച്ച് പിതാവിന്റെ ജ്ഞാനവും ദൈവശക്തിയും പ്രാപിച്ച് നസ്രയത്ത് മുതൽ കാൽവറി വരെ കർത്താവ് അതിശക്തിയോടെ ദൈവത്തിന്റെ വചനവും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് ശുശ്രൂഷ വെച്ചു. हम जानते हैं कि वही सामर्थ पाए हुआ लोग, वही सामर्थ पाए हुआ यीशु मसीह यरदन नदी से आगे बढ़ करके उस कालवरी तक जाने का सामर्थ पाया हुआ वो परमेश्वर ने भेजा है उसको। ആമേൻ. നാം നമ്മുടെ ശുശ്രൂഷ വർദ്ധിക്കും. हम भी अपने सेवकाई को बढ़ाएंगे। നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ മുഴുവൻ നമ്മൾ ചെയ്തു തീർക്കും. हमको जो सेवकाई, हमें जो जिम्मेदारी मिली है, हम उसे पूरा करेंगे। ദൈവം എല്ലാവരും സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करें। നാം അസാധാരണക്കാർ. हम असाधारण लोग हैं। ആമേൻ. നാം ദൈവത്താൽ അയക്കപ്പെട്ടവർ. हम परमेश्वर की ओर से भेजे हुए हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. परमेश्वर हमारी सहायता करें। ഹല്ലേലൂയ. ആമേൻ.